ഹായ്. ഹായ്. സോറി, ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, അതാ ലേറ്റ് ആയത്. ദാറ്റ്സ് ഓക്കേ. പാർവതി എന്നല്ലേ പേര്? അതെ. എന്ത് പറ്റി? മൂഡ് ശരിയല്ലല്ലോ? ശരിയല്ല. അമ്മ ഫോഴ്സ് ചെയ്തോണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നതല്ലേ? പാർവതിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. എന്നെ ഇഷ്ടായില്ല അല്ലേ? ഗീതു ആന്റിയും പാർവതിയുടെ അമ്മയും നിർബന്ധിച്ചപ്പോൾ ഞാനൊന്ന് ഒന്ന് കാണാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഹലോ പാർവതി, എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് പ്ലീസ്. ഓക്കെ, പക്ഷെ എൻ്റെ അമ്മയെ വിളിച്ചൊന്ന് പറയണം തനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ലാന്ന്. എന്താ പറ്റുമോ? സോറി, ഞാൻ കള്ളം പറയാറില്ല. അതിനർത്ഥം തനിക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ? താൻ ആരോട് ചോദിച്ചാ എന്നെ ഇഷ്ടപ്പെട്ടത്? അത് പാർവതി എന്നോട് ചോദിച്ചിട്ടല്ലോ എന്നെ വെറുത്തത്. ഈ കോൺവെർസേഷൻ ഇവിടെ തുടരാൻ എനിക്കൊരു താല്പര്യമില്ല. എന്റെ ഹാഫ് ഡേ ലീവാ പോയത്. തന്റെ ഹാഫ് അല്ലേ, എന്റെ ഫുൾ ഡേ ആ പോയത്. നമുക്ക് പോവാം. നമുക്കല്ല, എനിക്ക് പോവാം. ഇവിടെ ഒറ്റയ്ക്കാണല്ലോ ഞാൻ വന്നത്, ഒറ്റയ്ക്ക് പോവാനും എനിക്കറിയാം. അയ്യോ ഫോൺ. ഗീതു ആന്റി, എല്ലാം ഓവറാണ് അവന്. ഓവർ പാവം, ഓവർ ചിരി, ഓവർ പൊലൈറ്റ്നെസ്, ഓവർ ഹംബിൾനെസ്. ഇത് കണ്ട പെമ്പിളേരൊന്നും വീടില്ല, അവരുടെ അമ്മമാരെ വീഴൂ. ഒരു പാവം ചെക്കനല്ലേ അവൻ. എല്ലാവരും അവനെ പോലത്തെ ഒരു ചെക്കനെ ആഗ്രഹിക്കാം. എന്നാ നീ പോയി കെട്ടിക്കോ. നീ അവനെ കണ്ടില്ലേ? പിന്നെ ഇപ്പൊ എന്താ ടെൻഷൻ? അതല്ലടാ, ഞാൻ അമ്മയോട് എന്ത് പറയും? അത് നമുക്ക് ടോണിനോട് പറഞ്ഞ എന്തെങ്കിലും കള്ളത്തരം പറയാം. അവൻ അത്രയും പോക്കാ. അതല്ലടാ, ഫോർ എക്സാമ്പിൾ ഞാൻ നിന്നോട് എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചോ, നീ ഡയലോഗ് അടിക്കില്ലേ തിരിച്ച്? ഇത് പിന്നെ അതുമാതിരിയൊന്നും അല്ല. ഐ നീഡ് എ ഗൈ ലൈക്ക് യു. യാ, പിന്നെ റോയിച്ച അങ്ങനെ വിളിക്കാലോ അല്ലേ? പിന്നെന്താ, വിളിച്ചോളൂ. ഓക്കെ. പിന്നെ കോഫി ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ തോന്നുന്നു. നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആന്റി റോയിച്ചിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്ര ജെന്റിൽമാൻ ആണെന്ന്. താങ്ക്സ് അച്ഛൻ. പിന്നെ ആനന്ദ്, താങ്കൾ എന്ത് ചെയ്യുന്നു? അവനങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞങ്ങളോടൊക്കെ ഇങ്ങനെ. നീ പോണോ അവിടെ നിന്ന്? ഞാനിങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാനേ ചാൻസ് ഒക്കെ ചോദിച്ച് നടക്കുക. ഓ വാവ്, ഒരു സ്റ്റാറിന്റെ മുമ്പിലാണോ ഞാൻ ഇരിക്കുന്നത്? ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ കാണാതെ പഠിച്ച് ക്യാമറയുടെ മുമ്പിൽ ജീവിപ്പിക്കുന്ന നിങ്ങളെ പോലുള്ളവരോട് എനിക്ക് ഭയങ്കര ആരാധനയാണ് ശരിക്കും. സജൻ ചായ കുടിച്ചോ? നോ താങ്ക്സ്, ഐ ജസ്റ്റ് ഹാഡ് എ കോഫി. നല്ല ചായ. കെസനോവല്ലേ, എങ്ങനെ വീഴാണ്ടിരിക്കും? ആള് സ്മാർട്ടും ഒടുക്കത്തെ ലുക്കും. എനിക്ക് ശരിക്കും അസൂയാണ് കേട്ടോ. കുറച്ച് ടിപ്സ് എനിക്കും പഠിപ്പിച്ചു തരണം. അതിനെന്താ, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാ. സാറാ, എനിക്ക് സാറയുടെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഫ്രീ ഉള്ള സമയം പറഞ്ഞാൽ മതി, സോ അതിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാം. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു. ഹായ് പാറു. ഹായ്. ആന്റി, ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ മിസ്സാവും. ശരിയാ. അപ്പൊ മോളെ ഇറങ്ങട്ടെ, സമയമായി. ആന്റി, ഒരു കാര്യം, ആനന്ദ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗൗതം കൃഷ്ണ. പുള്ളി ഒരു ഡയറക്ടറാണ്. ഞാൻ എന്തായാലും പറയാം. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ വരണം. ഓക്കെ, ശരി, ഇറങ്ങട്ടെ. എല്ലാരും കൊള്ളാം, നശിപ്പിച്ചില്ലേ? അവനെ കൊണ്ട് എല്ലാരും അങ്ങ് ഒലിക്കായിരുന്നല്ലോ. നീ മിണ്ടരുത് പാറു, എത്ര നല്ല പയ്യനായിരുന്നു അവൻ. ശരിയാ, ഇങ്ങനെയുള്ള ആളെ കുറിച്ച് നീ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പാറു. പക്ഷെ സാറാ, ഞാൻ മിണ്ടിപ്പോയത് നീ. ഇത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ചാണോ നീ ഇല്ലാത്തതൊക്കെ പറഞ്ഞേ? കഷ്ടം. എന്റെ ഫ്രണ്ട് ആവാനും വേണം ഒരു യോഗം. ശരിയാ, അതൊരു അഭിമാനം കൂടിയാ. ഹിഷാം തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവന് ജീവിതം കൊടുത്തേനെ. ഞാനിപ്പോ ഒരു പെണ്ണായിരുന്നെങ്കിൽ
പറഞ്ഞായിരുന്നു. ഇല്ലല്ലേ? വേണോ